പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണി തന്റെ തീരുമാനം എടുത്തുകൊണ്ട് ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകുന്നു. കൺമണിയുടെ അടുത്തേക്ക് വരുന്ന കൃഷ് ആകട്ടെ കാര്യങ്ങൾ താൻ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും സമ്മതം നൽകി കഴിഞ്ഞു നമ്മുടെ വിവാഹത്തിന്. ഇനി ഞാൻ വാക്ക് തെറ്റിക്കുകയില്ല. ആ കാര്യം നീ മറക്കണ്ട. ഇത് കേൾക്കുന്ന കൺമണി, കൃഷ് സാറിനെ എനിക്ക് വിശ്വാസമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൃഷ് സാർ. ഇപ്പോൾ ഞാനും എൻ്റെ വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. എനിക്കും ഇനി മുന്നും പിന്നും നോക്കാനില്ല. ഞാൻ കൃഷ് സാറിൻ്റെ പെണ്ണാണ്. ആ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല കൃഷ് സാർ. ഞാനത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇതോടെ സന്തോഷിക്കുന്ന കൃഷ് ആകട്ടെ കൺമണിയെ കെട്ടിപ്പിടിക്കാൻ വരികയാണ്. അയ്യോ സാർ, ഇത് ഓഫീസാണ്, അത് മറക്കരുത്. കൺമണി, എനിക്കിപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് മനസ്സിൽ. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്തായാലും കാര്യങ്ങളെല്ലാം ശരിയാകട്ടെ. ഞാൻ എന്തായാലും വീട്ടിൽ ബാക്കി കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കാം. അത് മതി കൃഷ് സാർ. പക്ഷേ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന മാനസയ്ക്കാകട്ടെ ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല കാര്യങ്ങൾ. മാനസ ഇതോടെ തൻ്റെ മനസ്സിൽ ദേഷ്യം വെച്ചു പുലർത്തുകയും തൽക്കാലത്തേക്ക് അത് പ്രകടിപ്പിക്കേണ്ടതില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഒന്നും അറിയാത്തതുപോലെ തൽക്കാലം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം. അതുതന്നെയാണ് നല്ലത്. വെറുതെ എടുത്തു ചാടിയിട്ട് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. കൃപ ജീവിതത്തിലേക്ക് തിരികെ എത്തുകയാണ്. കൃപയുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും കൃപ ഇതേ തുടർന്ന് ബെഡിൽ നിന്ന് തനിയെ എഴുന്നേറ്റ് നടക്കാറായി എന്നുള്ള നിലയിൽ എത്തുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ്. കൃഷ് കൃപയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. കൃപയോട് തനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കൃഷ്, കൃപയുടെ തിരിച്ചുവരവിനായിട്ടാണ് ഞാൻ കാത്തിരുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ കൃഷിൻ്റെയും കൺമണി ചേച്ചിയുടെയും വിവാഹം എനിക്ക് നേരിട്ട് കാണണം. അതിനുവേണ്ടി തന്നെയാണ് ഞാനും ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നത്. എനിക്ക് എന്തിഷ്ടമാണെന്നോ കൺമണി ചേച്ചിയെ. ഇതേ സമയം ഈ വാർത്ത അറിയാനിടയാവുകയാണ് കൺമണി. കൃപ തിരികെ ജീവിതത്തിൽ മടങ്ങിയെത്തിയിരിക്കുന്നു, സ്വയം നടക്കാൻ പറ്റുന്ന അവസ്ഥയിൽ. ഇതോടെ കൺമണി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് കൃപയെ. കൃപയ്ക്കും ഇതോടെ വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.